പ്രൈസ് ലോർഡ്. എന്നെ ഈ ദിവസങ്ങളിൽ ദൈവം വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനോടൊപ്പം നടന്നിട്ട് ദൈവിക സണിയിലേക്ക് അവൻ ചേർന്ന് വന്നിട്ടും കൂടെ നടന്നിട്ടും പല ദൈവപ്രവൃത്തികൾ കണ്ണുമുമ്പിൽ കണ്ടിട്ടും ലൈഫിൻ്റെ അകത്ത് നടക്കാവുന്ന ചില അപകടങ്ങളെ ദൈവം വഴിമാറ്റി വിട്ടിട്ടും, പ്രതിസന്ധികളെ വഴിമാറ്റി വിട്ടിട്ടും, രോഗത്തെ വഴിമാറ്റി വിട്ടിട്ടും അത് വിശ്വസിക്കാതെ മറ്റൊന്നിലേക്ക് തിരിയുന്ന ഒരു കൂട്ടമാണ് ഈ കാലങ്ങളിൽ നമ്മൾ കാണുന്നത്. എല്ലാ മേഖലയിലും എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ദൈവപ്രവൃത്തികൾ എത്രയോ കണ്ടവർ എത്ര പ്രാവശ്യം അവൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞിട്ടും അത് മനസ്സിലാക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം തിരിയുന്ന ഒരു കൂട്ടമാണ് ഈ ക്രിസ്തീയ ഗോളത്തിൽ ഏറ്റവും അധികമായി കാണുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്നെ ദൈവം തെളിയിച്ചൊരു കാര്യം, ഈ വീട്ടിൽ നിന്ന് ഓടിപ്പോയ മകനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൻ അവൻ്റെ വരവിനായിട്ട് കാത്തു നിൽക്കുക. ആ വചനങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഏറ്റവും കൃത്യമായിട്ട് കാണാൻ പറ്റും, വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവൻ്റെ മടങ്ങിയ വരവിനായി ഒരപ്പൻ കാത്തിരിക്കുന്നു. എന്നാൽ മോൻ വീട്ടിൽ നിന്നിറങ്ങി പോകുന്നോട്ടം വരെ എങ്ങനെയെങ്കിലും അവനെ പിടിച്ചു നിർത്താൻ അപ്പൻ ശ്രമിക്കുമ്പോഴും അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ പോയി. ഏറ്റവും അവസരം നമുക്ക് കാണാൻ പറ്റും, അവൻ അനുഭവിച്ച് തീരേണ്ടത് എത്രത്തോളമാണോ അത്രത്തോളം അനുഭവിച്ചു. അത് കഴിഞ്ഞിട്ടാണ് അയ്യോ എൻ്റെ ഭവനം, എൻ്റെ അപ്പൻ എന്നുള്ള ബോധ്യം, എന്നുള്ള ചിന്ത അവൻ്റെ മനസ്സിൽ തെളിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പറ്റും അവൻ മടങ്ങി വരുന്നതായിട്ട്. എന്നോട് ദൈവം ഈ പദങ്ങൾ തെളിയിച്ചു വരുമ്പോൾ, ഈ വാക്യത്തിൽ നിന്ന് ദൈവം തെളിയിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, നിങ്ങൾ അനുഭവിച്ച ദൈവിക സാന്നിധ്യത്തെ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച നന്മകളെ സകലതിനെയും നിങ്ങൾ വൃഥാവെന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഞാനത് വ്യക്തമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പകർന്ന ദൈവിക സാന്നിധ്യത്തെ നിങ്ങൾ വൃഥാവായിട്ടുണ്ടരുത്. കാര്യം, ഇത് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നിന്റെ മേൽ കൃപ തോന്നിയിടുന്ന സകല നന്മകളും ഒരു നിമിഷം കൊണ്ട് നിന്ന് അപ്പനെടുക്കാൻ പറ്റും. നിന്റെ മേൽ പകർന്ന സകലതും നിനക്ക് നന്മയായിട്ടും അനുഗ്രഹങ്ങളായിട്ടും സമൃദ്ധിയായിട്ടും വളർച്ചകളായിട്ടും ഒരു മിനിറ്റിനകം നിന്നിൽ നിന്ന് സകലതും എൻ്റെ അപ്പനെടുക്കാൻ പറ്റും. പക്ഷേ ഇന്നും നിന്റെ മേൽ എടുക്കാതിരിക്കുന്നത് നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മഹാകരുണയാണ്. നിന്നെക്കുറിച്ച് നീ അറിയാതെ പോലും പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളുടെ കണ്ണീരുകളുടെ ആ കണ്ണീരിൻ്റെ വിലയാണ് നിന്നെ തകർത്ത് കളയാതിരിക്കുന്നതെന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊള്ളുക. ഞാൻ ഇത് പറയുന്ന ഒറ്റ കാര്യം, മനസ്സിലാക്കാതെ പലയിടത്തും നമ്മൾ ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ അപ്പൻ്റെ അടുക്കൽ ചെന്ന് പറ, അപ്പ എനിക്ക് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണമേ. ഇത് പറയാൻ ആര് തയ്യാറാകുന്നു? ഞാൻ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നില്ല. നിന്റെ കുടുംബം സാമ്പത്തികമായി ഡെവലപ്മെന്റ് വരുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്കൊന്ന് നല്ല 100% നിനക്ക്
നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉറപ്പ് തരാം, 100% ഉറപ്പ്. നീ അനുഭവിക്കാത്തൊരു ദൈവിക സന്തോഷം നീ അനുഭവിക്കും. നീ അനുഭവിക്കാത്തൊരു ദൈവികമാകുന്ന സമാധാനം നിങ്ങൾ അനുഭവിക്കും. 100% ഞാൻ പറയുന്നു. ദൈവിക സാന്നിധ്യത്തെ അനുഭവിച്ചിട്ട് അത് അനുഭവിച്ചിട്ടില്ല എന്ന് നടിക്കുന്നവർ ഒന്ന് കേട്ടുകൊള്ളുക. ദൈവത്തെ പ്രാപിച്ചിട്ടില്ല എന്ന് നടിക്കുന്നവർ കേട്ടുകൊള്ളുക. ഇത് നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു. എത്രയും പെട്ടെന്ന് മടങ്ങി ചെല്ലുക. അവൻ നിന്നെ അനുഗ്രഹിക്കും, അവൻ നിന്നെ ആശ്വസിപ്പിക്കും. നിന്നിൽ നിന്ന് അവൻ എടുത്തതെല്ലാം നിനക്ക് ഇരട്ടിയായി മടക്കി തരും. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അവൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നോ, വേദനകൾ വരുന്നോ, ദുഃഖങ്ങൾ വരുന്നോ, എല്ലാം അവൻ അറിഞ്ഞിട്ട് തന്നെയാണ്. ഞാൻ ഈ ഓഡിയോ ചെയ്യുന്നത് എന്റെ മനസ്സുകളെ ഈ ദിവസങ്ങൾ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവനിൽ ആശ്രയിച്ച് നിൽക്കാൻ എത്ര പേർ തയ്യാറാകുന്നു? ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഒരിടയൻ തന്റെ കുഞ്ഞാടിനെ മറക്കാൻ കഴിയത്തില്ല. അത് കളഞ്ഞു പോയാലും അതിനെ അന്വേഷിച്ചിറങ്ങും. അത് നഷ്ടപ്പെട്ടു പോയാലും അതിനെ അന്വേഷിച്ചിറങ്ങും. പ്രിയ മക്കളെ, നിങ്ങളൊരു കാര്യം വളരെ ശ്രദ്ധിച്ചു കൊള്ളുക. നീ ഇറങ്ങിത്തിരിക്കുന്നത് നേരായ പാതയിലാണോ എന്ന് നിനക്ക് മനസ്സിലാകണമെങ്കിൽ നീ അനുഭവിക്കുന്ന ദൈവിക സാന്നിധ്യമാണ് അതിന് ഏറ്റവും വലിയ പ്രധാനമായ തെളിവ്. ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കഷ്ടതകളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. തലമുറകളിൽ നിന്നുണ്ടാകും, കുടുംബത്തിൽ നിന്നുണ്ടാകും, ഭർത്താവിൽ നിന്നുണ്ടാകും, ഭാര്യയിൽ നിന്നുണ്ടാകും, ചർച്ചക്കാരിൽ നിന്നുണ്ടാകും, സുഹൃത്തുക്കളിൽ നിന്നുണ്ടാകും, സഭാവിശ്വാസികളിൽ നിന്നുണ്ടാകും, എക്സെട്ര. എന്നാൽ ഇതിലൊക്കെ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക സാന്നിധ്യമാണ്. ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല, നിന്റെ കൂടെ ഉണ്ടെന്നുള്ളത് അതിൻ്റെ അടിസ്ഥാന തെളിവ്. എന്ന് ഈ സമയത്ത് നിങ്ങളെല്ലാം മനസ്സിലാക്കുക. ആരെയും വേദനിപ്പിക്കാതെ കഴിയുന്നതോളം ചേർത്ത് പിടിച്ച് നിർത്തേണ്ടവരെ ചേർത്ത് പിടിച്ച് നിർത്തുക. കഴിയുന്നതോളം ചേർത്ത് പിടിച്ച് നിർത്തേണ്ടവരെ ചേർത്ത് പിടിച്ച് നിർത്തുക. ആശ്രയിച്ച് നിൽക്കേണ്ടത് ഏത് തണലിലാണോ, ഏത് ഇടയിലാണോ അവരിൽ ആശ്രയിച്ച് നിൽക്കുക. മനസ്സ് ചഞ്ചലപ്പെടാതെ, മനസ്സ് തകരാതെ അതിൽ ഉറച്ചു നിൽക്കുക. അതിൽ മാത്രം ആശ്രയിക്കുക.